പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JK's ഡയബി ടോക്സിലെ 21ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. വൃക്കയെ ബാധിക്കുന്ന പ്രമേഹ രോഗ സങ്കീർണതയായ ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ ഡയബറ്റിക് കിഡ്നി ഡിസീസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രമേഹത്തിൽ സങ്കീർണതകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും ഏതൊക്കെയാണെന്നും നോക്കാം. പ്രമേഹ രോഗം കണ്ടുപിടിക്കാൻ വൈകുകയോ കണ്ടുപിടിച്ച ശേഷം വേണ്ട വിധം ചികിത്സിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ നില സ്ഥായിയായി ഉയർന്നു നിൽക്കുന്നു. ശരീരത്തിലെ രക്തക്കുഴലുകൾ ഉൾപ്പെടെയുള്ള അവയവങ്ങളിൽ ഇത് നാശമുണ്ടാക്കുന്നു. അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ? ഈ ഗ്ലൂക്കോടോക്സിസിറ്റി ആണ് സങ്കീർണതകൾക്ക് കാരണം. ഈ സങ്കീർണതകൾ രണ്ട് തരം: മൈക്രോവാസ്കുലാറും മാക്രോവാസ്കുലാറും. മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് അഥവാ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് 3 തരം: നെർവിനെ ബാധിക്കുന്ന ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി, കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, വൃക്കയെ ബാധിക്കുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസ്. ഇനി മാക്രോവാസ്കുലാർ അഥവാ വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് 3 തരം: ഒന്ന് ഹാർട്ട് അറ്റാക്ക് അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ്, 2 ബ്രെയിൻ അറ്റാക്ക് അഥവാ സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് അഥവാ സ്ട്രോക്ക്, 3 കാലിനെ ബാധിക്കുന്ന ഡയബറ്റിക് ഫുട്ട്. ഇതിൽ വൃക്കകളെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്താണെന്ന് നോക്കാം. കിഡ്നി എന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത മാലിന്യങ്ങളെ അരിച്ചു മാറ്റാനുള്ള ഒരു അരിപ്പയാണ്. നെഫ്രോൺസ് ആണ് കിഡ്നിയിലെ ഫങ്ഷണൽ യൂണിറ്റ്. നെഫ്രോൺസിൽ ആദ്യം കാണുന്ന ഫിൽട്ടറാണ് ഗ്ലോമർലസ്. ദശലക്ഷത്തോളം വരുന്ന നെഫ്രോൺസ് ആണ് രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. ഇതിലുള്ള ചെറിയ രക്തക്കുഴലുകൾ തകരാറിലായി ഈ പ്രക്രിയ തടസ്സപ്പെട്ട് മാലിന്യങ്ങൾ ശരീരത്തിൽ അടിയുന്നതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ്. ആൽബുമിൻ എന്നത് രക്തത്തിലെ ഒരു പ്രോട്ടീനാണ്. സാധാരണയായി ഇത് മൂത്രത്തിൽ കാണാറില്ല. ഈ ആൽബുമിൻ യൂറിനിൽ കണ്ടുപിടിക്കുന്നതാണ് ഈ രോഗത്തിന്റെ തുടക്കം. ആൽബുമിൻ പ്രകടമാകുന്നതിന് മുൻപേ തന്നെ ഇതിന്റെ മുന്നോടിയായ മൈക്രോ ആൽബുമിനും യൂറിൻ പരിശോധിച്ച് കണ്ടുപിടിക്കാം. മറ്റു രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപേ തന്നെ മൂത്രത്തിലെ പത വരുന്നതിന് കാരണം ഇതാണ്. ഇനി ഡയബറ്റിക് കിഡ്നി ഡിസീസിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. തുടക്കത്തിൽ പ്രത്യേക ലക്ഷണം ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. ക്ഷീണം, ഉന്മേഷക്കുറവ്, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, കിതപ്പ്, പേശിവേദന, ചൊറിച്ചിൽ, മൂത്രത്തിലെ പത മുതലായവയാണ് ആദ്യം വരുന്ന ലക്ഷണങ്ങൾ. പിന്നീട് വൃക്കയുടെ പ്രവർത്തന തകരാറ് മൂലം ക്രിയാറ്റിനിൻ കൂടി തുടങ്ങുമ്പോൾ കണ്ണിന് ചുറ്റും പാദങ്ങളിലും തുടങ്ങി ശരീരമാസകലം നീരും ശ്വാസവൈഷമ്യവും ഉണ്ടാകും. ഈ സമയത്ത് നേരത്തെ ഇല്ലാതിരുന്നവർക്ക് പോലും ഹൈ BP കാണപ്പെടും. ഇത് കൃത്യമായി കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഡയാലിസിസോ വൃക്ക മാറ്റിവെക്കലോ വേണ്ടിവരുന്ന എൻ സ്റ്റേജ് റീനൽ ഡിസീസിലെത്തും. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. പ്രമേഹ രോഗം നിർണയിച്ച ഉടൻ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കുന്ന റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ സീറം ക്രിയാറ്റിനിൻ ലെവൽ കണ്ടുപിടിക്കാം. ഒപ്പം യൂറിനിൽ ആൽബുമിനും നോക്കാം. ആൽബുമിൻ ഇല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കി വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. യൂറിൻ ആൽബുമിൻ ടു ക്രിയാറ്റിനിൻ റേഷ്യോ UACR എന്ന ടെസ്റ്റ് ചെയ്ത് ആൽബുമിനൂറിയ കൺഫേം ചെയ്ത് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഡയഗ്നോസ് ചെയ്യാം. യൂറിൻ സ്പോട്ട് സാമ്പിൾ, അതായത് അപ്പോഴെടുക്കുന്ന യൂറിൻ, അതിനേക്കാൾ 24 മണിക്കൂർ ശേഖരിച്ച് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. EGFR അഥവാ എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നത് കിഡ്നി മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന നിരക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൃക്കയുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഏത് സ്റ്റേജിലാണെന്ന് നിർണ്ണയിക്കുന്നത്.
5 സ്റ്റേജായി തരംതിരിക്കാം. ഈ GFR 100 വരെയാണ് നോർമൽ. 100-ൽ നിന്ന് കുറഞ്ഞു വരുന്നതനുസരിച്ചാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസിന്റെ ഓരോ സ്റ്റേജും. 90 വരെ സ്റ്റേജ് 1, 60 വരെ സ്റ്റേജ് 2, 30 വരെ സ്റ്റേജ് 3, 15 വരെ സ്റ്റേജ് 4, 15-ന് താഴെ സ്റ്റേജ് 5 അഥവാ എൻ സ്റ്റേജ് റീനൽ ഡിസീസ്. ഇനി ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് നോക്കാം. പ്രമേഹമുള്ള ഏകദേശം 30% പേർക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ബാധിക്കുന്നു. വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണ് ഏക പ്രതിവിധി. മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് ഉചിതം. ആൽബുമിൻ യൂറിയയ്ക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ക്രിയാറ്റിനിൻ കൂടി സ്റ്റേജ് 3-ൽ എത്തിയാൽ ചികിത്സ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന മെറ്റ്ഫോമിൻ എന്ന ഗുളിക നിർത്തേണ്ടി വരും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൃത്യമായി തുടക്കത്തിലേ നിയന്ത്രിക്കുക. പുകവലി നിർത്തുക. കൃത്യമായി ഷുഗർ നിയന്ത്രിച്ച് നിർത്തുക തന്നെയാണ് ഇതിന് പരിഹാരം. കാരണം 3 മാസത്തെ ശരാശരി നിലയായ HbA1c 7-ന് താഴെ നിലനിർത്തിയാൽ ഒരു സങ്കീർണതയും വരില്ല എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക ഭക്ഷണക്രമവും വ്യായാമവും ആവശ്യമാണ്. ഉപ്പ് കുറയ്ക്കുക, പ്രോട്ടീനും പഴവർഗ്ഗങ്ങളും നിയന്ത്രിക്കുക, മൂത്രത്തിന്റെ അളവിനനുസരിച്ച് വെള്ളം കുടിക്കുക. ഡയാലിസിസും വൃക്ക മാറ്റിവെക്കലും പോലുള്ള ദുരവസ്ഥ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. സമയപരിമിതി മൂലം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസിനെ കുറിച്ച് പറഞ്ഞത്. വിശദമായി ഇതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രമേഹ സങ്കീർണതയായ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയുമായി 22-ാം എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.